നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശനും മുത്തശ്ശിയും ആദർശിനെ കുറിച്ച് വന്ന ആ ന്യൂസ് ഫോണിനകത്ത് ഇങ്ങനെ കാണുവാണ്. ആ സമയത്ത് ദേവേനിയും ജയനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. അവരെ കണ്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ ചോദിച്ചു, അല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ജയൻ പറഞ്ഞു, അറിഞ്ഞച്ചാ. അല്ല ആരായിരിക്കും ഇതിന്റെ പിന്നില്? അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, എനിക്ക് സംശയം അനാമികേനെയാണ്, അവളായിരിക്കും ഇതിന്റെ പിന്നില്. ആ സമയം മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കൊച്ചുമോനെ കുറിച്ചാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത്, പാപം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അല്ല അവൻ തന്നെ ആയിരിക്കും, അല്ല അവള് തന്നെ ആയിരിക്കുമോ? മിക്കവാറും ഇതിന്റെ പിന്നില് ആ അവനും കൂടെ കാണും, അബിന്ന് പറയുന്നവനെ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ശരിയാ, അതിന് ചാൻസ് കൂടുതലുണ്ട്. ജയൻ പറഞ്ഞു, അല്ല മുമ്പ് ഈ പറയുന്ന അബി ഇതുപോലത്തെ ഒരു വാർത്ത ന്യൂസ് ചാനലിൽ വിടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കിരണും കല്യാണിയും ആദർശം നയനെ എല്ലാരും കൂടെ ചേർന്നിട്ട് അതിനെ തടഞ്ഞ. അതുകൊണ്ടാ പറഞ്ഞ ചിലപ്പോ ഇതിന്റെ പിന്നില് അബി കാണുമായിരിക്കും, അവന്റെ കുരുട്ടുബുദ്ധി. ദേവേനി പറഞ്ഞു, അത് ശരിയാ. ശരിക്കും പറഞ്ഞാൽ ചന്തുമോള് അവന്റെ ആണല്ലോ, എന്നിട്ടും അവനൊരു കുലുക്കമില്ല. അവൻ എത്രയൊക്കെ കള്ളത്തരം പറഞ്ഞു ആദർശന്റെ തലയെ കെട്ടിവെക്കാനായിട്ട്. അങ്ങനെയുള്ളവൻ എന്താണെങ്കിലും വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. മുത്തശ്ശൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ചന്തുമോളെ കുറിച്ച് ഓർക്കുമ്പോഴേ വിഷമം. ദേവേനി പറഞ്ഞ സത്യങ്ങളൊക്കെ പുറത്തു വരാൻ സമയമായെന്ന് തോന്നച്ചാ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതൊക്കെ ശരി തന്നെയാ ദേവേനി, പക്ഷെ ഒരു കാര്യമുണ്ട്. ചന്തുമോൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. അവളുടെ അച്ഛൻ ഇപ്പോഴും ആദർശാന്ന് വിചാരിച്ച് സന്തോഷിച്ച കുട്ടിയിരിക്കുന്നേ. അപ്പൊ അവളുടെ മനസ്സിന്റെ വിഷമം കൂടെ നമ്മൾ കാണണ്ടേ എന്ന് മുത്തശ്ശൻ പറയാം. ജയൻ പറഞ്ഞു, അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അതെ, എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അത് കേട്ടപ്പോ ജയനും ദേവയാനിക്കും ഒക്കെ ഒരു സമാധാനമായി. ഈ സമയത്ത് നയന അബിയുടെ അടുത്തേക്ക് വന്നിട്ട് അബിയോട് ചോദിച്ചു, സത്യം പറയടാ, നിനക്ക് ഇതിനകത്ത് പങ്കുണ്ടോ? അല്ല എന്താ നയന അടുത്തി പറഞ്ഞ് എന്തിനകത്ത് പങ്കുണ്ടോന്നാ ചോദിക്കുന്നേ? അതെ, ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പാ, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല എന്താ നയനടുത്തി, നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? അല്ല അത് പിന്നെ ഞാൻ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട അബി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആദർശനെ ആക്കാനായിട്ട് അനാമയോടൊപ്പം നീ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ആ സമയം അബി ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ഭയങ്കരമായിട്ട് സങ്കടം അഭിനയിച്ചു പറഞ്ഞു, ഏട്ടത്തി എന്തൊക്കെ പറയണേ? ഇതേ ഞാന് ദൈവത്തിനാണ് സത്യം, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഇതിനകത്ത് പങ്കില്ല. എടാ നീ ദൈവത്തെ പിടിച്ചു കൂട്ടുപിടിച്ചിങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ദൈവത്തെ പോലും നിനക്ക് ഒരു വിലയില്ല. ആ കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കിയതാ. വെറുതെ വെടുത്ത് നീ ക്ഷേത്രത്തിൽ പോകാനെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കൊള്ളരുതായ്മകളാ കാണിച്ചേ. അതുകൊണ്ട് നീ അതിനി ആ പേര് പറയണ്ട, അതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ പിന്നെ നീ ഉണ്ടെന്നറിഞ്ഞ നിന്നെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. ഇപ്പൊ എന്റെ ചേച്ചി ഉണ്ടല്ലോ, നവ്യ എന്ന് പറയുന്ന ചേച്ചി, നവേച്ചി ഇപ്പൊ കുറച്ച് തലയെടുപ്പോട് കൂടിയിട്ടാ നടക്കണേ. എന്താണെന്നറിയാവോ? എന്നെ ആദർശനേക്കാളും കൂടുതൽ വിശ്വാസം ഇപ്പൊ നിന്നെയാണ്. ഇത്രയും വലിയ ചതി ചെയ്ത് നിന്നെ. പക്ഷെ ആ വിശ്വാസം തകർക്കാനായിട്ട് എനിക്ക് കുറച്ച് സമയം മാത്രം മതി. ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറഞ്ഞാലേ അനഘയും ചന്തുമോളും ജീവിച്ചിരിക്കുന്ന തെളിവുകളാ. അവരുള്ളിടത്തോളം കാലം ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടാ. നിന്നെ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും. അത് മാത്രമല്ല തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോഴേക്കും അബി പറഞ്ഞു, അയ്യോ നയനടുത്തി അങ്ങനൊന്നും പറയരുത്, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല. എടാ നീ വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെങ്കിൽ അനാമികയുടെ പിന്നെ നീ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമോ? ഇത്രയും കാലം മറച്ചു വെച്ച പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറത്തു കൊണ്ടുവരും. നവ്യേച്ചയുടെ ജീവിതം ഓർത്തിട്ടാ വേണ്ട വേണ്ടാന്ന് കരുതിയിരുന്നേ. പക്ഷെ ഇനി ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ സാധിക്കില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും പറയരുത് നയനടുത്തി, ഞാനങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവളെ കണ്ടിട്ടുമില്ല, അവളോട് സംസാരിച്ചിട്ടുമില്ല, ഞാൻ അവളെ വിളിക്കാറ് പോലും ഇല്ല. ഇതെല്ലാം തൊണ്ട തൊടാതെ ഞാൻ അങ്ങോട്ട് വിഴുങ്ങൂ നീ വിചാരിച്ചോ? ഒരിക്കലും ഇല്ല. കാരണം നീ കള്ളന് കഞ്ഞി വെച്ചവനാ, അമ്മാതിരി മുതലാ നീ. നിന്നെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. നിന്റെ ഉത്തരവാദിത്വം നീ ആദർശന്റെ ചുമലിലേക്ക് കെട്ടിവെച്ചല്ലേ. എന്നിട്ട് ഇവിടെ നല്ല വെള്ള ഞമഞ്ഞ് നടന്നു എത്ര കാലം. അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ ഒരിക്കലും ഇതേ ഊണിലും ഉറക്കത്തിലും പോലും വിശ്വസിക്കില്ല. എപ്പോഴും നീ എന്റെ സംശയത്തിന് നിഴലിലായിരിക്കും. പിന്നെ ഇതെങ്ങാനും തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അബി പിന്നെ നിനക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ് നയനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് അബി മനസ്സിൽ പറഞ്ഞു, അനാബി എന്റെ പേര് പറയാൻ പോകുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ എന്നെ കൊടുക്കാൻ പോകുന്നേ? എന്താണെങ്കിലും ആദർശം നാണം കിട്ടുക തന്നെയാ. നിങ്ങൾക്ക് കിട്ടല്ല നല്ല 8ന്റെ പണി തന്നെ കിട്ടാൻ പോകുന്നേ. അങ്ങനെ അബി മനസ്സിൽ വിചാരിക്കുവാണ്. ആ സമയം നന്ദു ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. പിന്നീട് കനകയോടും ഗോവിന്ദനും പറഞ്ഞു, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദിവസമാണ്. ആദർശനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള വാർത്തയൊക്കെയല്ലേ പുറത്തു വന്നിരിക്കുന്നത്. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ മോളെ. ശരിക്കും പറഞ്ഞാല് ആ അബിയാണ് ഈ ചതി ചെയ്തിരിക്കുന്നത്. എന്നിട്ടോ ഒരു തെറ്റും ചെയ്യാതെ ആദർശ് മോന്റെ തലയിലായില്ലേ.
അപ്പോഴേക്കും കനക പറഞ്ഞു ശരിയാ, നവ്യയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അവർ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നേ. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദു പറഞ്ഞു എനിക്ക് തോന്നി ഇതിന്റെ പിന്നില് മിക്കവാറും അവരായിരിക്കും. ആ അനാമികയും പിന്നെ അഭിയായിരിക്കും, അല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല. അത് ശരിയാ, അവൾ ആ വീട് വിട്ടു പോയതിന്റെ ദേഷ്യം കാണിക്കുന്നതായിരിക്കും എന്ന് ഗോവിന്ദൻ പറഞ്ഞു. അവൾ അതല്ല അതിലപ്പുറം ചെയ്യുന്ന മുതലല്ലേ, അല്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? നന്ദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഒരു തെറ്റ് ചെയ്യാത്ത ആദർശനെ ക്രൂശിലേറ്റാൻ നമ്മൾ സമ്മതിക്കില്ല. അല്ല ഇനിയിപ്പോ ആദർശനെ എന്തിനു മറച്ചു വെക്കണം, ആരെ പ്രൊട്ടക്ട് ചെയ്യണം? സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ പോരെ. അപ്പോഴേക്കും കനക പറഞ്ഞു അത് ശരിയാ മോളെ, പക്ഷെ അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ നവ്യ ഇത് സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതാണ് ഒരു പ്രശ്നം. നവ്യേച്ചിക്ക് ഇത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ആദർശേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാനും നയനേച്ചിയൊന്നും അത് വിശ്വസിച്ചില്ല. കാരണം ഞങ്ങൾക്കറിയാം ആദർശേടൻ അങ്ങനെ ചെയ്യില്ല എന്ന്. പക്ഷെ നവ്യേച്ചിയുടെ കാര്യം അങ്ങനെയല്ല. നവ്യേച്ചിക്ക് മനസ്സിലാവും അഭി തെറ്റ് ചെയ്താന്ന് തന്നെ. അപ്പൊ നവ്യേച്ചിയുടെ കാര്യം ഓർത്തിട്ട് മാത്രം ഒരു വിഷമമുള്ളൂ. ആ സമയം ഗോവിന്ദൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നിരപരാധിയായ ഒരാളെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ ഈ വീഡിയോസ് ഒക്കെ പുറത്തിറങ്ങി. ആദർശം പറഞ്ഞ വെറുതെ ഒരാളല്ല, മൂർത്തി ജ്വല്ലറിയുടെ MD-യാ. അപ്പൊ MD-നെ കരിവാരി തേക്കാനായിട്ടാ. അങ്ങനെ വരുമ്പോ ആദർശിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നന്ദു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒന്നിനെയും വെറുതെ വിടത്തില്ല. നിയമത്തിന്റെ വഴി തന്നെ നടക്കും. എല്ലാത്തിന്റെ കള്ളത്തരം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. നന്ദു ആരാന്ന് അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുക. പിന്നീട് നന്ദു ഒരുത്തനെ ഇടിച്ച് ഇഞ്ച പരുവാക്കുകയാണ്. ഈ സമയത്ത് ബാക്കി ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോഴേക്കും അയാളിങ്ങനെ ഇനി എന്നെ തല്ലല്ലേ മാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിന്റെ മുന്നിൽ അപേക്ഷിക്കുവാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു അന്നെങ്കിൽ അതിങ്ങോട്ട് എടുക്കടാന്ന് പറയാണ്. അവസാനം അയാള് കയ്യിലിരുന്ന മാല അങ്ങോട്ട് കൊടുക്കുവാണ്. പാവം ഒരമ്മയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ നോക്കിയതാണ് അയാള്. അങ്ങനെ മാല അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ അമ്മ നന്ദുവിന്റെ നേരെ നോക്കി കൈകൂപ്പി ഒത്തിരി നന്ദിയുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ നന്ദുവിനെ തന്നെ വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് മാലയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു ഇനി ഞാൻ പോയിക്കോട്ടെന്ന് ചോദിക്കാം. അമ്മയ്ക്ക് പരാതി ഇല്ലാത്തോണ്ട് നിനക്ക് പോ, അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇനി ഇമാതിരി പരിപാടിയായിട്ട് നീ ഇറങ്ങി തിരിച്ചാല് നീ പുറലോകം കാണത്തില്ല. നിന്നെ ഇടിച്ചു കൂട്ടി ഞാൻ ഇത് സ്റ്റേഷനിൽ കൊണ്ട് ഇടും, പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവനെ അങ്ങ് തള്ളി വിടുവാണ്. പിന്നീട് നന്ദു ജീപ്പിലേക്ക് കയറി അങ്ങോട്ട് പോയി. ആ സമയത്ത് ആ കൂടത്തിനകത്ത് നോക്കിയെന്ന ചെറുപ്പക്കാരൻ പിന്നീട് തൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അതിനുശേഷം തൻ്റെ യൂണിഫോം ഒക്കെ എടുത്ത് അണിഞ്ഞു. ഓഹോ, അപ്പം സ്ഥലം SI ഒരു പുലിയാന്ന് താൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താനൊരു സിംഹം ആയാൽ മതിയാവുള്ളൂ. അങ്ങനെ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പൊ അയാളൊരു പോലീസുകാരനായിരുന്നു. കാരണം നന്ദുവിനേക്കാളും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാള് നന്ദുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അയാൾ അവിടേക്ക് വന്ന് നിന്നത് തന്നെ. ഈ സമയം അനാമികയും വേണുവും രേവതിയൊക്കെ അങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആദർശിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത് അനന്തപുരിയുടെ കൊച്ചുമോനായ ആദർശ് മൂർത്തി ജ്വല്ലറിയുടെ MD-യാണ്. അയാളെക്കുറിച്ച് ആൾക്കാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. പക്ഷെ പാവപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങനെ പിച്ച് ചെയ്യുന്നതെന്നുള്ള പണക്കാരായ ആൺകുട്ടികളുടെ ഒരു വിനോദമാണ്. അതിൻ്റെ ഒരു ഇത് തെളിവാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അനഘ എന്ന് പറയുന്ന പെൺകുട്ടി. അവർക്കൊരു കുട്ടി കൂടിയുണ്ട്, ചന്തു എന്ന് പറയുന്ന പെൺകുട്ടി. എന്നിട്ടോ ആ കുട്ടി ഇപ്പൊ ആദർശ വീട്ടിൽ കൊണ്ടത് രഹസ്യമായിട്ട് താമസിപ്പിച്ചിരിക്കുക. അനഘേന്റെ പെൺകുട്ടി തളർന്നു കിടക്കുക. ഇതിന്റെ പിന്നിൽ ആദർശം ഉണ്ടോന്ന് പോലും സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനാമിക്ക് സന്തോഷമായി. വേണു പറഞ്ഞു കൊള്ളാടി മോളെ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു കുറച്ച് കിടന്ന് വെള്ളം കുടിക്കട്ടെ. വേണു പറഞ്ഞു കുറച്ചല്ല, ഇത് നന്നായിട്ട് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുക മാത്രമല്ല ഇതോട് കൂടിയിട്ട് നമുക്ക് കോടികൾ ഇങ്ങോട്ട് കൈവരുമെന്ന് പറയാം. അപ്പോഴേക്കും അനാമിക പറഞ്ഞു അതെ, ഇത് വെച്ച് വില പേശണം. കാരണം ഇനി ഇപ്പൊ ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ കോടികൾ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. അല്ലാതെ വെറുതെ ഒന്നും ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നില്ല. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുണിച്ച് നിൽക്കട്ടെ. രേവതി പറഞ്ഞു അങ്ങനെയൊക്കെ അവർ ചെയ്തു തരുമോ? പിന്നെ തരാതെ അവർക്ക് നിവർത്തിയില്ലല്ലോ. അനാമിക പറഞ്ഞു എന്നെ നാണം കെടുത്തിയെങ്കിട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും. അനാമിക ആരാന്ന് ശരിക്കും അവർക്ക് അറിയത്തില്ല. വേണു പറഞ്ഞു ഇതോട് സാമ്പിൾ വെടിക്കൂട്ട് മാത്രമല്ല മോളെ, ഇനിയും നമ്മൾ കളിക്കണം. നമ്മുടെ കയ്യിൽ പണം കിട്ടുന്നോടം വരെ നമ്മൾ കളി തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഒരു കാരണവശാലും അവർക്ക് സ്വസ്ഥത സമാധാനം കൊടുക്കരുത്. അനാമിക പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റച്ച. പിന്നീട് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോ അനി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സക്രിയ കൂടെ നിന്ന് പോലീസാണ്ട് പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ ഈ ചിങ്ങമൊക്കെ ആയിട്ട് ജ്വല്ലറിയിലൊന്നും പോകണ്ടേ പോലും. അല്ല നല്ല സെയിലൊക്കെ നടക്കുന്ന സമയല്ലേ. ആ സമയത്ത് നന്ദു അനിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അതെന്താ നന്ദു അങ്ങനെ ചോദിച്ചേ? അല്ല അത് വേറൊന്നുമല്ല, നീ എന്താ ഞാൻ ഉറങ്ങിയോന്നൊക്കെ മെസ്സേജ് ഇടുന്നേ? ഉറങ്ങിയോന്ന് മെസ്സേജ് ഇട്ടോ? അതെ, ഇന്നലെ രാത്രി ഉറങ്ങിയെന്ന് മെസ്സേജ് ഇട്ടെ.
നന്ദു എന്റെ മുത്തശ്ശനാണ് സത്യം, ഞാൻ ഇട്ടിട്ടില്ല. ദേ വെറുതെ മുത്തശ്ശനെ മുത്തശ്ശിയും പിടിച്ച് കള്ളത്തരം പറയല്ലേ. ഓ, ഞാൻ ഇട്ടിട്ടില്ല നന്ദു. ഇട്ടാ പിന്നെ ഞാൻ ഇട്ടെന്ന് പറയത്തില്ലേ? അല്ല പിന്നെ മുത്തശ്ശനെ പിടിച്ച് സത്യം ചെയ്യുവോ? പിന്നെ ആരാ നിന്റെ ഫോണിൽ നിന്ന് ഉറങ്ങിയോന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് ഇട്ടെ. അതെ, എന്റെ ഫോണ് എന്റെ അമ്മയുടെ കയ്യിലാ, അത് പിടിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഒരുപക്ഷെ അവരായാലും ആയിരിക്കും ആ പരിപാടി ചെയ്തേ. ഓ, എന്നിട്ട് നീയോ തിരിച്ചു മെസ്സേജ് ഇട്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർ ശരിക്കും നാണം കിട്ട് കാണുമായിരിക്കും. നീ തിരിച്ച് റിപ്ലൈ കൊടുക്കാതിരുന്നു കഴിഞ്ഞപ്പോ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരിക്കും. പിന്നീട് ഹനി പറഞ്ഞു, എനിക്കറിയായിരുന്നു നിനക്ക് എന്നെ ഇഷ്ടമെന്ന്. കാരണം മറ്റൊന്നുമല്ല, നീ ഓണത്തിന് ഞാൻ എടുത്തന്ന് സാരി ഉടുത്തല്ലോ. സാരി ഉടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ എനിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ട് മാത്രം വന്ന. അപ്പോഴേക്കുമാണ് നന്ദു അത് നോക്കുന്നേ. അവിടേക്ക് പുതിയ CI വരുന്നേ. അയ്യോ അതെ, ഇന്ന് പുതിയ CI വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പൊക്കോ അനി, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയണ. അത് കേട്ടപ്പം അനി അങ്ങോട്ടേക്ക് പോകുവാണ്. ഈ സമയം CI അങ്ങോട്ട് കയറി വന്നു. നന്ദു അവരൊക്കെ അങ്ങോട്ട് സല്യൂട്ട് കൊടുക്കുവാണ്. നന്ദുവിനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നോക്കി. അപ്പോഴേക്കും അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്തേക്ക് എന്നിട്ട് ആ തൊപ്പി അങ്ങോട്ട് ശരിയാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഡിസിപ്ലിൻ അതെനിക്ക് മുഖ്യമാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ അയാൾ അകത്തേക്ക് പോയിട്ട് തന്റെ നെയിമോട് നോക്കി. ഓ, സച്ചിദാനന്ദ്, അച്ഛനിട്ട പേര് ഇത്രയും വേണ്ടിയിരുന്നില്ല. എന്ത് ചെയ്യാനാ എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദു ഒന്ന് സല്യൂട്ട് ചെയ്തു. പിന്നീട് നന്ദുവിനോട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, നന്ദന എന്ന പേരല്ലേ? എനിക്കറിയാം, 3-4 പേര് വന്നാലും ഒറ്റയ്ക്ക് ഇടിച്ച് നിരപ്പാക്കുന്ന വനിതാ SI. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല സാർന്ന് പറയാം. ഈ നന്ദന എന്നുള്ള പേര് ഇച്ചിരി വലിയ പേരാണ് അല്ലേന്ന് ചോദിക്കുക. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും ഈ സച്ചിദാനന്ദന്റെ പേര് അങ്ങനെ ഇച്ചിരി വലിയ പേര് തന്നെയാണ്. പക്ഷെ എന്നെ ഇഷ്ടമുള്ളവരൊക്കെ അത് ചുരുക്കി ഒന്നെങ്കിൽ സച്ചിന്നോ അല്ലെങ്കിൽ സച്ചിൻ എന്നൊക്കെയാ വിളിക്കുന്നത്. ഒരു കാര്യം ചെയ്യുക, നന്ദനെ ഇനി മുതൽ സച്ചി സാറിനോ അല്ലെങ്കിൽ സച്ചിൻ സാറിനോ വിളിച്ചാൽ മതി. ശരി സാർ. അതുപോലെ തന്നെ നന്ദനെന്ന് ഞാൻ ഇനി വിളിക്കുന്നില്ല, നന്ദു എന്ന് ഞാൻ വിളിച്ചോളാം. അത് കുഴപ്പമില്ല സാറെന്ന് പറയണം. നന്ദു ഇരിക്കാൻ പറയാ. അങ്ങനെ നന്ദു ഇരുന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്ക് 2 പേർക്കൂടെ കൂടി ഈ സിറ്റി ക്ലീൻ ആക്കണം. ശരി സാർ. അല്ല, ഇവിടെയുള്ള അതിക്രമികളെയൊക്കെ നമുക്ക് പിടിച്ച് പരുവാക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടും ഒരേ വേവിലെന്ത് തന്നെയാണ്. എനിക്ക് കള്ളന്മാരെ കൊള്ളക്കാരെ ഒന്നും ഒരു പേടിയില്ല. അതുപോലെ തന്നെയല്ല, അവന്മാരെയൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടിച്ച് ഇഞ്ച പരുവാക്കുകയും ചെയ്യും. ലോക്കപ്പ് മർദ്ദനം അതെൻ്റെ ഒരു ഹോബി തന്നെയാണ്. പിന്നെ ഞാൻ നന്ദുവിനെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്ക് വഴിയെ വിശദമായിട്ട് പരിചയപ്പെടാം. നന്ദു പറഞ്ഞു, ശരി സാർ. മേലുദ്യോഗസ്ഥനല്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നീട് പറഞ്ഞു, അതെ, നമ്മുടെ കള്ളന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ലോക്കപ്പിലിട്ട് നന്നായിട്ട് മർദ്ദിക്കണം. പിന്നെ പുറമെ പാടൊന്നും ഇല്ലാത്ത രീതി വേണം മർദ്ദിച്ച് അവശനാക്കാനായിട്ട്. എന്നിട്ട് വേണം അവരെ കോടതി ഹാജരാക്കാനായിട്ട്. അത് ഞാൻ സ്ഥിരം ചെയ്യുന്ന കലാപരിപാടികളാ എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദു അയാളെ ഇങ്ങനെ നോക്കി. പിന്നീട് അയാൾ കുറെ വീരകഥകളൊക്കെ പറയാ. അതിനുശേഷം നന്ദുവിനോട് പറഞ്ഞു, എന്നാ ശരി നന്ദു പോയിക്കോളാൻ പറയണം. അങ്ങനെ നന്ദു പോണ സമയത്ത് നന്ദുവിനെ നോക്കി അയാളോട് ചിരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അയാള് നന്ദുവിനൊരു പാരയാകുമോന്ന് അറിയത്തില്ല. എനിക്ക് പാരയാകാൻ വന്നാണോന്ന് അയാളുടെ നോട്ടം വട്ടം മാവൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാ തോന്നുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.